ഗൈസ് അപ്പം ഇവിടെ ഭയങ്കര അട്ടശല്യമുണ്ട്. 3 കിലോമീറ്റർ കഴിഞ്ഞാൽ മൂന്നാറെത്തി. രണ്ടു മൂന്ന് അട്ട കാലിന്ന് കിട്ടി. സോ ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. എടാ എല്ലാരും കാലിമ നോക്കി അട്ടണ്ടോന്ന്. എവിടെ അതോ ഓ സീനട്ടാ. അലാക്കിന്റെ ഒരു അട്ട വലിയ അവിടുന്ന് വേറെ ആരൊക്കെ ഇതുണ്ട്. സോ ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞ കുളിക്കാൻ പറ്റിയൊരു സ്പോട്ടില് ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് ഇതാണ് പറഞ്ഞത്. ചെറിയ വഴിയൊക്കെയാണ്, ഇങ്ങനെ വേണം കേറാൻ. എക്കോ പോയിന്റിലാണ്. അവിടെ നിങ്ങൾക്ക് കോട കാണാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഗൈസ് നമ്മളെ ആർഷ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്റെ വ്ളോഗാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാനുള്ളത് എവിടെയെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടെ സംഗീത ബാക്കിൽ ഇരിപ്പുണ്ട്, റബി ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്, പിന്നെ വേറെ 2 പേര് അവിടെ പൂക്കുറ്റി ഉറക്കുകയാണ്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പം സമയം 4:20 ഒരു 2.5 കൂടെ ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിലേക്ക് എത്തുന്നതാണ്. സൺറൈസ് മൂന്നാറിലെത്തിയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. സോ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഒരു വ്യൂ കണ്ടു, ഒരു സൺറൈസിൻ്റെ ഒരു വ്യൂ കണ്ടു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ബാക്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വ്യൂ ഫസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, അവിടെ നമ്മുടെ വ്യൂ ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടെ. സോ ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. അവിടെ നിങ്ങൾക്ക് കോട കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ കുറച്ച് കോട ഉണ്ട്. ഇവിടെ സംഗീതം എന്താണ് നിനക്ക് പറയാനുള്ളത്? സോ ഗൈസ് ഇവിടെ നമ്മളെ റിവ്യൂ വന്നിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് ഈ റിവ്യൂ? എങ്ങനെയുണ്ട്? സോ ഗൈസ് നമ്മളെ ആർഷ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വ്ളോഗാണ്. എന്താണ് പറയാനുള്ളത് എൻ്റെ വ്ളോഗിൽ? അതല്ല, ഈ ഒരു വ്യൂ കണ്ടിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയാണോ? നമ്മുടെ ആ സൺറൈസ് കണ്ടിട്ട് എന്താ പറയുന്നത്? നമ്മൾ ചിത്രം വരയ്ക്കുമ്പോ 2 മലയുടെ നടുവിൽ ഇങ്ങനെ പേരെ കിട്ടിയോ? പഴുത്താണോ? ഞാൻ കഴിച്ചു കാണിച്ചത് ഗൈസ്. ഇതെങ്ങനെ കഴിക്കാന്ന് കുഴപ്പമില്ല. ആണോ? എടാ എന്നാ എനിക്ക് ഒരു കടി വന്നാ. ഇജ്ജ് കഴിച്ചാലേ മുന്നേ ഒരു ചെറിയ കഴിക്കും. എന്താ കയ്യില് പൂവൊക്കെ ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കാനാ? സോ ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം മുട്ടക്കറി. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിച്ചു നോക്കില്ല, നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇനി ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ മൂന്നാറെത്തി. എൻ്റെ കൂടെ റബിനുണ്ട്, ബാക്കി 2 പേര് പുറത്തു പോയി. ഇവിടെ ഒരാൾ പൂത്ത് പോലെ കിടന്ന് ഉറങ്ങണ കണ്ട. ഉറങ്ങാൻ വേണ്ടിയാണോ മൂന്നാറിലേക്ക് വന്നത്? അവൻ കുട്ടി നല്ല ക്ഷീണിച്ചിട്ട് മലപ്പുറത്ത് ഒരുത്ത വന്നിട്ടുണ്ടായല്ലോ, അവൻ എന്ത് ചെയ്യും? ഓ അവൻ ചടിയാണ്. അപ്പം ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് മൂന്നാറെത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോവാം? വട്ടവടയാണ് പ്ലാൻ. നടക്കുമെന്ന് അറിയില്ല. ടൈം ഇപ്പോൾ
പോയിട്ട് കുറച്ചുകൂടെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വട്ടവട പോകണോ അതോ വട്ടവട ആദ്യം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലേക്ക് വരുമ്പം ഏതെങ്കിലും സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയാൽ മതിയോ? അങ്ങനെയൊക്കെ ഇതിൽ ചെയ്താൽ മതി. ഞങ്ങൾ ഇവിടെ ഒരു KSRTC സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് റോഡ് സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കണേ. ഇവിടെ പമ്പിൽ നിന്നാണ് ഗൈസ് പെട്രോൾ അടിച്ചു. പമ്പ് കാണുന്നില്ലല്ലോ. ഓക്കെ, ആ കൂട്ടയടല്ലേ റിബി, അവിടെ നിന്നാണ് ഞങ്ങൾ പെട്രോൾ അടിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ പറ? എക്കോ പോയിന്റിലാണുള്ളത്. എക്കോ പോയിന്റ് ഇത് ഞാൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് എക്കോ പോയിന്റിലുള്ള വ്യൂ. അടാ റബിയെ ഒരു കൂക്കിട്ട. അവിടുന്ന് വേറെ ആരൊക്കെ കൂക്കുന്നുണ്ട്. നമ്മള് രാവിലെ ഒരു 4 മണി സമയത്ത് ഇറങ്ങിയത്. ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത് വണ്ടി. അത്രയും നേരം കാറി തന്നെ ആയിരുന്നു. കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ടാണ്. ഫുഡ് കഴിച്ചായിരുന്നു. 2 വട്ടം ഞാൻ വാളൊക്കെ വെച്ചായിരുന്നു. ഞാനിവിടെ എത്തി. അങ്ങനെ ഫൈനലി ഞങ്ങളിപ്പോ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചേരം ഇവിടുന്ന് തിരക്കും. ഇവിടുന്ന് എനിക്ക് കുറേ പറഞ്ഞിരുന്നു. സമാധാനമുണ്ട്. ആൾക്കാരുണ്ട്. വീഡിയോ ഇവര് തല്ലൂടുന്നത് പിടിക്ക്. അടി പോയി പറയാം. ഇവിടെ മൂന്നാറിലൊരു കട ഉണ്ട്, അടിപൊളിയാണ്. ചേട്ടൻ പേരൊക്കെ പറയാം. യൂട്യൂബ് ചാനൽ ഇതാണ് സാധനം. ചോളാണ് കാണുമ്പോൾ ഇങ്ങനെ കറക്കിയിട്ടാണ് ഇത് നമ്മളെ പഴയ അതെന്തിനാ കറക്കണേ? പഴയ കാലത്തെ കാരണന്മാര് കറക്കുന്നതാണ്. അതാണ് കറക്കുമ്പോ കാറ്റ് വരും. അപ്പൊ ഇത് തീ ആളിക്കത്തും. അതാണ് സംഭവം. അങ്ങനെ ഇത് നല്ല ചൂടാവും. ഇവിടെ പാവങ്ങൾ ഇങ്ങനെയാണൊക്കെ ജീവിക്കുന്നത്. ഇത് ചേട്ടന്റെ പേരെന്തുവാ? അപ്പൊ ഇവിടെ മൂന്നാറ് മറ്റേ എക്കോ പോയിന്റിലാണ് ഈ സ്ഥലം. മൂന്നാറ് എക്കോ പോയിന്റിലാണ് ഈ സംഭവം വരുന്നത്. അതെ. അപ്പൊ ഇവിടുന്ന് ചേട്ടന്റെ കടയിൽ എല്ലാരും വരിക. എങ്ങനെയുണ്ട്? എക്കോ പോയിന്റ് പോണ വഴിയിലാണ്. അതില് എൻട്രിയില് ഫസ്റ്റ് കാണുന്ന കട. 5 വയസ്സില്ല. നിക്ക് എങ്ങനെയുണ്ട്? ആര് വരുത് ജാരി കടിക്കട്ടെ. കൊള്ളാം ഗൈസ്, ഒരു കുഴപ്പമില്ല. മധുരം എനിക്ക് ഇഷ്ടം. കൊബല തിന്നിട്ട് കുറ്റം പറ്റുന്നത് മലയാളികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യന്മാർ ഇവിടെ അറിഞ്ഞിരുന്നു പൈസ. ഞങ്ങളിപ്പോൾ നിലവിലുള്ളത് ഏതൊരു സ്ഥലത്താണ്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. എൻ്റെ ചായ അവിടെ. അപ്പോൾ ഇതാണ് ചായ. കുഴപ്പമില്ല, വാട്ടക്കായ ആണെങ്കിലും എനിക്ക് തരില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. നിനക്ക് ചായ എങ്ങനെ ഉണ്ടായി? ഓ, ഇത് ബ്ലാക്ക് കോഫി എങ്ങനെ ഉണ്ടായി? രസമുണ്ടായി. ഈ ഒരു വെതറിലും ഈ ഒരു കോഫി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ? നമുക്ക് നനയാം. അപ്പോൾ ഞങ്ങളുടെ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാനാണ്. എല്ലാവർക്കും വെള്ളം നനയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു തടാകത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ പോയിട്ട് വെള്ളത്തിലിറങ്ങണം, കുളിക്കണം എന്നൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാഹചര്യം കുത്തൂരാണെങ്കിൽ അങ്ങനെ ഒരു സ്പോട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പം ഇവിടെ ഇപ്പോൾ റബീൻ്റെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ തോട ഉണ്ട്, ലൈറ്റായിട്ട് തോട ഉണ്ട്. വലിയ തണുപ്പില്ല. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കുളിക്കാൻ പറ്റിയ സ്പോട്ടിൽ
ഇൻ കേസ് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കുറച്ചുകൂടെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ നിന്ന് ബൈ. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ കുളിക്കാൻ പറ്റിയൊരു സ്പോട്ടിലെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ ഇതാണ് പറഞ്ഞത്. അവിടെ ഒരു വാട്ടർഫാൾ കാണാനുണ്ട്, ചെറിയൊരു വാട്ടർഫാള്. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഏരിയ വേണം കുളിക്കാൻ എന്നും പറഞ്ഞപ്പോൾ ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ ആരും അധികം വരാറില്ല. ഞാൻ വന്നു നോക്കിയപ്പോഴും ഇവിടെ അങ്ങനെ ആരും ഇല്ല ആക്ച്വലി. കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു ചളി നിറച്ചിലുള്ള വെള്ളമാണ് കണ്ടപ്പം കുളിക്കാൻ ഒരു മടി. ചിലപ്പോൾ ഞങ്ങളുടെ കഴപ്പിന് കുളിച്ചു എന്നൊക്കെ ഇരിക്കും. ഈ പോണ പറ്റി എനിക്ക് എന്താ പറയാല്ലേ? അടിപൊളി. നിനക്ക് എന്താ പറയാല്ലേ? ഒറ്റവാക്കി ഒതുക്കല്ലേ ചെയ്യും, 2 വാക്കി ഒതുക്കല്ലേ ചെയ്യും. എന്താ പറയാ ഈ സ്പോട്ടിനെ പറ്റി? ഇവിടെ കുളിക്കാൻ പറ്റും. കുളിക്കാൻ മഴവെള്ളമായോണ്ട് കുളിക്കാൻ പറ്റത്തില്ല, കലങ്ങിയ വെള്ളമാണ്, അതുകൊണ്ട് മഴ പെയ്തുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഏരിയ കൊള്ളാണ്, നൈസാണ്. അതെ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് വെള്ളച്ചാട്ടം. ഇത് എവിടുന്നോ വരുന്ന വെള്ളമാണ്, എന്തായാലും മരയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ആൾക്കാട് വെച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഗൈസ്, അപ്പം ഇവിടെ ഭയങ്കര അട്ടശല്യമുണ്ട്. 2-3 അട്ട കാലിൽ നിന്ന് കിട്ടി. അപ്പം സൂക്ഷിച്ച് വേണം പോവാൻ. അത് നമ്മൾ കാലിലിരിക്കണത് അറിയത്തില്ല. നമ്മളെ ചോര ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും, അറിയത്തില്ല നമ്മൾ. കുറച്ച് ടാസ്ക്കാണ് ഇവിടേക്ക് വരാൻ, പക്ഷെ കുഴപ്പമില്ല. വന്നതിന് ഉള്ള ഇതുണ്ട് അവിടെ. ഏതാ ഈ വഴിയാ പോണേ? ഓക്കെ ഗൈസ്, ഇല്ല ചെല്ലി കുഴപ്പമില്ല, നടന്നു. അവിടെ ഇവിടെ പിടിക്ക്. ടാസ്ക്കാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. വഴുതുന്നുണ്ട്. ഒരാളത് അവിടെ എത്തി. എന്നൊക്കെ അട്ട അടിച്ചാ എന്നൊക്കെ കളയില കണ്ടന്റ് എടാ, എല്ലാവരും കാലിമ നോക്കി കട്ടണ്ടോന്ന്. ആദ്യം എൻ്റെ കാലിമ നോക്കട്ടെ. എൻ്റെ കാലിമ സീനില്ല. നിന്റെ ഇത് ഇല്ല, കാര്യമില്ല. ജസ്റ്റ് അതെന്താ നോക്കിയതാ. അതെ, ഇല്ലല്ലോ റബി, എൻ്റെ കാലിമില്ല. ഇതാ അട്ട. ഗൈസ്, ഒരു അട്ടനെ ഫൗണ്ട് ചെയ്തു. അതേ അട്ട, ചെറിയ അട്ടയാണ്. കൊല്ലണേ അത് ഉള്ളി പോണു. എവിടെ ഇത്? ഓ സീനട്ട, അലാക്കിൻ്റെ ഒരു അട്ട, വലിയ അട്ട. എടാ ഇത് വലിയ അട്ട എടാ. അങ്ങനെ പിടിച്ചിരിക്കുന്നു. നിന്റെ വേറെ ഒന്നുമില്ലല്ലോ? പാൻ്റൊന്ന് പൊക്കി നോക്ക്. കാൽമിരിക്കണത് അറിയില്ല, എൻ്റെ അങ്ങനെ ആയിരുന്നു. എടി, നിന്റെ ചെരുപ്പിമ്മലൊന്നും ഇല്ലല്ലോ?
ഓക്കെ ചെരുപ്പമില്ലായിരുന്നില്ല എടാ അവിടെ നമുക്ക് നൈസ് ഗ്രൗണ്ട് പോയോക്കാം. സോ ഗൈസ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാ. ആ അപ്പോൾ ഗൈസ് അപ്പം ഇതാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന സ്പോട്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ കുറേ പേര് ഇവിടെ നിൽക്കുന്ന കണ്ടപ്പം കുറേ പേര് ഞങ്ങൾ 4 പേര് ഇവിടെ നിൽക്കുന്ന കണ്ടപ്പം പിന്നെ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഓരോരുത്തരൊക്കെ ഓരോ ടീമായിട്ട് വരാൻ തുടങ്ങി.